ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയാണ്. മലയാളം ഭാഗം 2 പാഠപുസ്തകം യൂണിറ്റ് 5 കടലോളം സ്നേഹം എന്ന യൂണിറ്റ് 5. കടലോളം സ്നേഹത്തിലെ ആദ്യ ചാപ്റ്റർ എൻ്റെ അമ്മയാണ്. അപ്പോൾ യൂണിറ്റ് 5 കടലോളം സ്നേഹം ചാപ്റ്ററിൻ്റെ പേര് എൻ്റെ അമ്മ. അപ്പോൾ എൻ്റെ അമ്മ എന്ന പാഠത്തിൻ്റെ മുഴുവനായിട്ടുള്ള വിശദീകരണം, അതിൻ്റെ അർത്ഥങ്ങൾ, ചോദ്യോത്തരങ്ങൾ, പ്രവർത്തനങ്ങൾ എല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നോക്കാം. കടലോളം സ്നേഹം. തുടർക്കഥ. പൂവ് ആദ്യമായി കൺതുറന്നു. അമ്മ ചെടിയെ നോക്കി ചിരിച്ചു. വൈകാതെ അവൾക്കൊരു കൂട്ടുകാരിയെ കിട്ടി, ഒരു കൊച്ചുകുട്ടി. കുട്ടി ചോദിച്ചു, പൂവിന് ചിരിക്കാനറിയാമോ? ഞങ്ങൾ എപ്പോഴും ചിരിക്കുകയാണല്ലോ. പൂവ് കുട്ടിയോട് ഒരുപാട് കഥകൾ പറഞ്ഞു. അപ്പോൾ പൂവ് കൺതുറന്നപ്പോൾ അമ്മ ചെടിയെ നോക്കി പൂവ് ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്കൊരു കൊച്ചുകുട്ടിയെ കൂട്ടുകാരിയായി കിട്ടുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ് കുട്ടി, പൂവേ നിനക്ക് ചിരിക്കാൻ അറിയാമോ എന്ന് കുട്ടി ചോദിക്കും. അപ്പോൾ പൂവ് കുട്ടിയോട് മറുപടി പറയും, ഞങ്ങൾ എപ്പോഴും ചിരിക്കുകയാണല്ലോ എന്ന് മറുപടി കൊടുക്കുന്നു. മൊട്ടായിരുന്നപ്പോൾ തോന്നിയ വിടരാനുള്ള മോഹത്തെക്കുറിച്ച്, ആരും കേൾക്കാതെ അമ്മ പാടുന്ന താരാട്ടിനെക്കുറിച്ച്, ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കാറ്റിനെക്കുറിച്ച്. സന്ധ്യയായി. പൂവ് ധാരാളം കഥകൾ പറഞ്ഞിരുന്നെങ്കിലും പറയാത്തവ പറഞ്ഞതിലും ഏറെയായിരുന്നു. കുട്ടി വീട്ടിലേക്ക് തിരിച്ചുപോയി ഉറങ്ങി. രാവിലെ പൂവിനെ തിരഞ്ഞെത്തിയ കുട്ടി നിലത്ത് ഒരു പൂവ് കൊഴിഞ്ഞു കിടക്കുന്നത് കണ്ടു. അത് അവളുടെ കൂട്ടുകാരി പൂവായിരുന്നു. കുട്ടിക്ക് കരച്ചിൽ വന്നു. അപ്പോൾ ഒരു ദിവസം ഫുള്ള് കുട്ടിയോട് ഈ പൂവ് സംസാരിച്ചു. കുട്ടി തിരിച്ച് വീട്ടിലോട്ട് പോയി. അടുത്ത ദിവസം കുട്ടി വന്ന് നോക്കിയപ്പോൾ എന്താ കാണണേ? ഈ പൂവ് കൊഴിഞ്ഞ് താഴെ കിടക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള കരച്ചിൽ വന്നു. ഇനിയും കഥകൾ ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനു മുമ്പേ കൊഴിഞ്ഞതെന്തേ? അമ്മ ചെടി സമാധാനിപ്പിച്ചു. കരയല്ലേ, കഥകൾ പറഞ്ഞു തരാൻ അവൾ ചിലരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കഥകൾ ഇനിയും പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് നീ ഇത്ര പെട്ടെന്ന് കൊഴിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി കരയും. അപ്പം അമ്മ ചെടി ആശ്വസിപ്പിക്കുകയാണ്, കരയല്ലേ, ഇതെല്ലാം പറയാൻ അവൾ ചിലരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇളം കാറ്റിൽ മൊട്ടുകൾ തലയാട്ടി സമ്മതിച്ചു. അതേ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് വേറെ മൊട്ടുകളുണ്ട് ആ ചെടിയിൽ. ആ മൊട്ടുകളാണ് വേറെ അവളോട് കഥകൾ പറയാനുള്ളത് കേട്ടോ. കുട്ടിയുടെ സങ്കടം തീർക്കാൻ അമ്മച്ചെടി പറഞ്ഞത് എന്താണ്? മൊട്ടുകൾ കുട്ടിയോട് പിന്നീട് പറഞ്ഞ കഥകൾ എന്തൊക്കെയാവാം? ഉത്തരം: കഥകൾ പറഞ്ഞു തരാൻ പൂവ് ചിലരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അമ്മച്ചെടി കുട്ടിയോട് പറഞ്ഞു. ഇളം കാറ്റിൻ്റെ തലോടലിനെ കുറിച്ച്, കൂടെ കളിക്കാൻ വരുന്ന മഴത്തുള്ളികളെക്കുറിച്ച്, രാത്രിയിൽ ആകാശത്തു കാണുന്ന അമ്പിളിമാമനെയും നക്ഷത്രങ്ങളെയും കുറിച്ച്, പകലിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെക്കുറിച്ച്, ആദ്യമായി കണ്ട 7 നിറമുള്ള മഴവില്ലിനെ കുറിച്ച് എല്ലാം മൊട്ടുകൾ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടാകും. ഇനിയാണ് നമ്മൾ എൻ്റെ അമ്മ നോക്കാൻ പോകുന്നത്. ഇത് മറ്റൊരമ്മയാണല്ലേ. അപ്പം നമുക്ക് നോക്കാം. പാവപ്പെട്ട ഒരു കർഷക കുടുംബത്തിലാണ് എൻ്റെ ജനനം. വളരെ നേരത്തെ തന്നെ പിതാവ് യാത്ര പറഞ്ഞു. പിതാവ് മരിച്ചുപോയി. ഓക്കെ, ഞാനും എൻ്റെ അനുജനും ദുഃഖിതയായ മാതാവും. അപ്പോൾ ആരൊക്കെയാണ് ആ കുടുംബത്തിലുള്ളത്? ഈ കഥ പറയുന്നത് ആരോ അയാളും അവരുടെ ഒരു അനിയനും അവരുടെ ഒരു അമ്മയും, ദുഃഖിതയായ ഒരു അമ്മയും. വാത്സല്യം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. മാതാവിൽ നിന്നു പോലും ലാളനയുടെ സ്നിഗ്ധഭാവങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. കുട്ടികളായ ഞങ്ങളെ വളർത്തുവാൻ അവർ കഷ്ടപ്പെട്ട് അധ്വാനിക്കേണ്ടി വന്നു. അതുകൊണ്ട് പരുപരുപ്പുകളിൽ കൂടി ഞങ്ങൾ വളർന്നു. മാതാവിൽ നിറഞ്ഞു നിന്ന നിസ്സഹായതാബോധം ചെറുപ്പത്തിലേ എന്നിലും പ്രതിഫലിച്ചു. തനിച്ചു റോട്ടിലിറങ്ങിയാൽ മോട്ടോർ മുട്ടുമെന്നോ, കുളിക്കാൻ പോയാൽ വെള്ളത്തിൽ കൂടി ഒഴുകിപ്പോകുമെന്നോ പേടിക്കുന്ന സ്നേഹത്തിൻ്റെ കരുതൽ നടപടികൾ എനിക്കായി പ്രവർത്തിച്ചിട്ടില്ല. ശേഷിയുള്ളത് ശേഷിക്കുമെന്ന മട്ടിൽ ഞാൻ വളർന്നു കയറി. പരമാർത്ഥം പറഞ്ഞാൽ പണക്കാരുടെയും പരിഹാസ നിപുണരുടെയും കണ്ണുകൾക്ക് ഒരു ദുശ്ശകുനമായിട്ടാണ് എനിക്ക് വളരാൻ സാധിച്ചത്. അപ്പം എങ്ങനെയാ? അപ്പോൾ ഭയങ്കര കഷ്ടപ്പാടുകളല്ലേ, അമ്മയുടെ നിസ്സഹായതാ ബോധം. അപ്പോൾ ആരുമില്ലായിരുന്നു ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ കെയർ ചെയ്യാൻ, അല്ലേ? നമ്മളെ ശ്രദ്ധിച്ച് വളർത്താൻ ആരുമില്ല. വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വളരുന്നത്. ഒരു ദിവസം ഞാൻ ശരിക്ക് ഇപ്പോഴും ഓർക്കുന്നു. അമ്മയോട് പഴങ്കഞ്ഞി വാങ്ങി കുടിച്ച ശേഷം കൂട്ടുകാരെ തേടി ഇറങ്ങി. എൻ്റെ ഒരു അയൽക്കാരൻ എന്നോടൊപ്പം പ്രായമുള്ള അയാളുടെ മകനുമായി സ്കൂളിലേക്ക് പോകുന്നു. എന്നെ കൂടി കൊണ്ടുപോകാമോ എന്നായി ഞാൻ. അയാൾ സമ്മതിച്ചു. അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ ചേർന്നത്. ഉച്ച വിട്ടപ്പോൾ ഞാൻ അമ്മയോട് ചെന്നു പറഞ്ഞു, അമ്മേ, ഞാൻ പള്ളിക്കൂടത്തിൽ ചേർന്നെന്ന്. അപ്പോൾ അവൻ ഓർക്കുന്ന ഒരു കാര്യമാണ്, പഴങ്കഞ്ഞിയൊക്കെ വാങ്ങിച്ചു കുടിച്ച് രാവിലെ കൂട്ടുകാരെ തേടി പോവാണ്. അപ്പോഴാണ് ഈ കുട്ടപ്രായത്തിനുള്ള ഒരു കുട്ടിയുടെ അച്ഛൻ അവരുടെ മകനുമായിട്ട് സ്കൂളിലേക്ക് പോണത്.
അപ്പോൾ അയാളോട് ചോദിച്ചു, എന്നെയും കൊണ്ടുപോകുമോ ചോദിച്ചു. അങ്ങനെ സ്കൂളിൽ പോയി, സ്കൂളിൽ ചേർന്നു, പഠിച്ചു. വിദ്യാർത്ഥിയായിരുന്നപ്പോൾ എനിക്ക് ഫീസും ആഹാരവും തരാൻ വിഷാദഭാരത്തോടു കൂടി ബുദ്ധിമുട്ടുന്ന എൻ്റെ അമ്മയുടെ ആ നിസ്സഹായാവസ്ഥയാണ് ആദ്യമായി എൻ്റെ കൊച്ചു ഹൃദയത്തിൽ ചിരട്ടിത്തീ കത്തിച്ചു തുടങ്ങിയത്. അപ്പോൾ ആഹാരം തരാൻ പോലും, ആഹാരത്തിനും ഫീസിനും ഒന്നും വഴിയില്ലായിരുന്നു. അത്രയും ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് കേട്ടോ. ഈ ലാളന പറഞ്ഞ ഓമനിക്കലാണ്. സ്നിഗ്ധഭാവങ്ങൾ, സ്നേഹഭാവം, നിസ്സഹായത, സഹായമില്ലാത്ത അവസ്ഥ, പരമാർത്ഥം, സത്യം, നിപുണർ, മിടുക്കർ, വിഷാദം, സങ്കടം. അപ്പോൾ ഇതിൽ പറയുന്നത്, അടിയുടെയും ഓട്ടത്തിൻ്റെയും ചെകുത്താൻ തീ കണ്ടതിൻ്റെയും പറങ്കിമാവിൽ നിന്ന് വീണതിൻ്റെയും ഒക്കെ ധാരാളം കഥകൾ എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുണ്ടായിരുന്നു. ഈ സ്വാധീനശക്തി നിമിത്തം പണക്കാരുടെ കുട്ടികൾ പോലും എൻ്റെ പരമാധികാരത്തിനു കീഴിലാണ് അന്ന് വർത്തിച്ചു പോന്നത്. 4ാം ക്ലാസ് ജയിച്ച ശേഷം എൻ്റെ കൂട്ടുകാർ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് പോയി തുടങ്ങി. എന്നെ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് അയക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു കൊണ്ടിരുന്നു. എൻ്റെ ഇംഗ്ലീഷ് സ്കൂൾ ഉപദ്രവം സഹിച്ചുകൂടാതായ ഒരു ദിവസം നല്ലത് 4 എണ്ണം തുടക്കി വെച്ചു തന്ന ശേഷം അമ്മ നൽകിയ നിർദ്ദേശം ഇതായിരുന്നു: പോയി വല്ല ജോലിയും നോക്ക്, ഇനി തീയിലും വെള്ളത്തിലും ഒന്നും പോകുകയില്ല. അമ്പ പടക്കുതിര കിടന്ന് പിടയ്ക്കുന്നു, അപ്പോഴാ ഞൊണ്ടിക്കുതിര. അടികൊണ്ട് ഞാൻ ഏങ്ങലടിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മുഖം തിരിച്ച് ആ ഗംഭീരയും കണ്ണുകൾ തുടയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ സ്കൂളിൽ പോകണം, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കണം, എന്നെയും ചേർത്തെന്ന് പറഞ്ഞപ്പോൾ അമ്മ 4 അടി കൊടുത്തിട്ട് എന്ത് പറഞ്ഞു? പോയി വല്ല പണിയും നോക്കാൻ വേണ്ടി പറഞ്ഞു അല്ലേ. പക്ഷെ അവനെ തല്ലിയതിന് ശേഷം അമ്മയും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? സങ്കടം കൊണ്ട് കണ്ണുകൾ തുടയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കഥാകാരനായ കഥയാണ്, പൊൻകുന്നം വർക്കിയുടെയാണ് ഈ കഥ കേട്ടോ. സ്വാധീനശക്തി, സ്വാധീനിക്കാനുള്ള കഴിവാണ് പരമാധികാരം, ഏറ്റവും വലിയ അധികാരം. ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. കുഞ്ഞു നൊമ്പരം. പൊൻകുന്നം വർക്കി തൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഓർക്കുകയാണ്. എന്തെല്ലാം ഓർമ്മകളാണ് കഥാകാരൻ പങ്കുവയ്ക്കുന്നത്? നിങ്ങളെ ഏറെ സ്പർശിച്ച അനുഭവം ഏതാണ്? പറയൂ. മറ്റുള്ളവരുടെ മുന്നിൽ ദുശഗുണമായി നിൽക്കേണ്ടി വന്നത്. നിൽക്കേണ്ടി എന്നാണ് കേട്ടോ, അതിൽ 2 കാണ്ടേ, ഡബിൾ കാണ് കേട്ടോ. അമ്മയുടെ സ്നേഹലാളനകൾ അനുഭവിക്കാൻ കഴിയാത്തത്. അയൽക്കാരൻ്റെ കൂടെ സ്കൂളിൽ ചേരാൻ പോയത്. ഇംഗ്ലീഷ് സ്കൂളിൽ ചേർക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അമ്മ വഴക്കു പറയുകയും അടിക്കുകയും ചെയ്തത്. കൂട്ടുകാരെ കഥകൾ പറഞ്ഞ് വശത്താക്കുന്നത്. അത്രയേ ഉള്ളൂ അതിൽ. ഇനി നിങ്ങളുടെ ഒരു അനുഭവം നിങ്ങൾ പങ്കുവയ്ക്കുക കേട്ടോ. എഴുത്തിൻ്റെ കരുത്ത്. അതുകൊണ്ട് പരുപരുപ്പുകൾ കൂടി ഞങ്ങൾ വളർന്നു. അടിവരയിട്ട പ്രയോഗം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കുട്ടിക്കാലത്ത് സഹിച്ച കഷ്ടപ്പാടുകൾ. മറ്റൊരു പ്രയോഗം നോക്കൂ: ശേഷിയുള്ളത് ശേഷിക്കും എന്ന മട്ടിൽ ഞാൻ വളർന്നു കയറി. പരുപരുപ്പുകൾ കൂടി. കുട്ടിക്കാലത്ത് സഹിച്ച കഷ്ടപ്പാടുകൾ, ദാരിദ്ര്യം, അവഗണനകൾ എന്നിവ ഈ പ്രയോഗം സൂചിപ്പിക്കുന്നു. ശേഷിയുള്ളത് ശേഷിക്കും. ഏത് സാഹചര്യങ്ങളോടും പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിവുള്ളവർ അവശേഷിക്കും. ചിരട്ടിത്തീ കത്തിക്കുക. മനസ്സിൽ അതികഠിനമായ അനുഭവപ്പെടുക. തീയിലും വെള്ളത്തിലും പോകുകയില്ല, ആപത്തിൽ ചെന്ന് ചാടില്ല. അമ്പ പടക്കുതിര കിടന്ന് പിടയ്ക്കുന്നു, അപ്പോഴാ ഞൊണ്ടിക്കുതിര എന്നാണ് കേട്ടോ, ഞൊട്ടിക്കുതിര എന്നല്ല. അവരവരുടെ കഴിവിനനുസരിച്ച് ജീവിക്കണം. അമ്മയെക്കുറിച്ച് താഴെ ചേർത്ത കവിതകൾ ഗ്രൂപ്പുകളായി വായിച്ച് ചർച്ച ചെയ്യൂ. അമ്മയെ കെട്ടിപ്പിടിച്ചു കിടക്കുമ്പോൾ അപർണ പറഞ്ഞു, അമ്മയ്ക്ക് നല്ല മണം. എന്തു മണം? അമ്മ മണം. ഞാൻ ആദ്യമായി നീരുറവ കണ്ടത് എൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്നാണ്. ഒരു വെയിലായി എനിക്കതിനെ വറ്റിക്കാനാവുമോ? കറിയുപ്പ് തീർന്നു. എങ്കിലും വിയർപ്പ് കുറുക്കിയെടുത്ത് അമ്മ കഞ്ഞിയുണ്ടാക്കി. അടുക്കളയ്ക്ക് കറുപ്പ് നിറം, പുകയും വിറകിൻ കറുപ്പ് നിറം. എത്ര തിരക്കിലും എന്നെ കണ്ടാൽ അമ്മ മനസ്സിൽ മുല്ല നിറം. ഓരോ കവിതയിലും അമ്മയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി പറയൂ. കവിത 1. ആ കവിതയിൽ പറയുന്നത്, കുട്ടിക്ക് അമ്മയോടുള്ള ആഴത്തിലുള്ള സ്നേഹവും അടുപ്പവും വ്യക്തമാക്കുന്ന വരികളാണിവ. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ സുഗന്ധം എന്നത് വൈകാരികമായ സുരക്ഷിതത്വവും ആശ്വാസവുമാണ്. 2ാമത്തെ കവിത 2. അമ്മയോടുള്ള സ്നേഹവും കടപ്പാടും വ്യക്തമാക്കുന്നതാണ് കേട്ടോ, വ്യക്തമാക്കുന്ന വരിയാണ്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്കാ. വരികളാണിവ. മക്കൾക്ക് വേണ്ടി ജീവിച്ച അമ്മ വലിയ കഷ്ടതകൾ അനുഭവിച്ചിരുന്നു. അമ്മയുടെ ആ കഷ്ടതകൾ ഇല്ലാതാക്കാൻ തനിക്ക് കഴിയുമോ എന്നാണ് കുട്ടി ഇവിടെ ചോദിക്കുന്നത്. കവിത 3. അമ്മയും മക്കളും മാത്രമുള്ള കുടുംബം അനുഭവിക്കുന്ന ദുരിതങ്ങളും ദാരിദ്ര്യവും ഈ വരികളിൽ കാണാം. ഇവിടെ കഠിനാധ്വാനത്തിലൂടെയാണ് അമ്മ തൻ്റെ മക്കളുടെ വിശപ്പ് മാറ്റുന്നത്. കവിത 4.
പുകയുന്ന വിറകിന്റെ കറുപ്പ് പരന്ന അടുക്കളയിൽ തളച്ചിട്ട അമ്മയുടെ ജീവിതവും കരിപുരണ്ടതാണ്. പ്രയാസങ്ങളും വെല്ലുവിളിയും നിറഞ്ഞതാണ് ജീവിതമെങ്കിലും അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം ശുദ്ധവും അചഞ്ചലവുമാണ്. താരതമ്യം ചെയ്യാം. ഒരു ലേഖനഭാഗം വായിക്കാം. സാധാരണ മട്ടിലുള്ള ഒരു അണുകുടുംബം. അണുകുടുംബം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മ മക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ, കൂട്ടുകുടുംബം അല്ല കേട്ടോ. പ്രഭാതം. സ്കൂൾ വിദ്യാർത്ഥിയായ മകൻ ഊൺമേശപ്പുറത്ത് പുസ്തകങ്ങൾ നിരത്തിവെച്ച് പഠിക്കുകയാണ്. ഇടയ്ക്കൊരു സമയത്ത് അവൻ അമ്മയെ വിളിച്ചു. ആദ്യം പതുക്കെ, പിന്നെ തെല്ലുറക്കെ. അങ്ങനെ 3-4 വട്ടം. അവർ വിളി കേട്ടില്ല. അമ്മ തൊട്ടപ്പുറത്ത് അടുക്കളയിലുണ്ട്. പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് തുടങ്ങിയ പണിയാണ്. തിരക്കോട് തിരക്ക്. വീട്ടിൽ 4 ആളുണ്ടെങ്കിൽ അവർക്ക് 5 തരം വിഭവം വേണം. ഒരു കൈ സിങ്കിലെ പാത്രങ്ങളിൽ, ഒരു കൈ കുക്കിംഗ് സ്റ്റവിൽ, ഒരു കൈ ചിരവിയിൽ, ഒരു കൈ മിക്സിയിൽ. അങ്ങനെ ചടുല നർത്തനമാണ്. ഇതൊക്കെ കഴിഞ്ഞു വേണം കുളിച്ചൊരുങ്ങി ഇറങ്ങി ഓടാൻ. ബസ് പിടിച്ച് ആഫീസിലെത്തണ്ടേ. ആരും നിർബന്ധിച്ചിട്ടില്ല. സമയത്ത് ജോലിക്കെത്തണമെന്ന ഒരു താല്പര്യം. ഉള്ളിലെ രോക്ഷവും സങ്കടവും മകന്റെ വിളിയെ അവഗണിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. സംഗീതാർദ്രമായ 2 അക്ഷരം അശോകൻ ചെരുവിലിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് പൊൻകുന്നം വർക്കിയുടെ അമ്മയിൽ 3 എണ്ണം അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ വീട്ടുകാര്യങ്ങൾ നോക്കാൻ അമ്മ മാത്രമേ ഉള്ളൂ. പരുപരുത്ത ജീവിതാനുഭവങ്ങൾ കാരണം മക്കളോട് സ്നേഹപൂർവ്വം പെരുമാറാനോ അവരുടെ പഠനത്തിൽ ശ്രദ്ധിക്കാനോ കഴിയുന്നില്ല. അശോകൻ ചെരുവിലിൻ്റെ രചനയിലെ അമ്മയിലും വീട്ടുജോലികൾ തനിയെ ചെയ്യേണ്ട അവസ്ഥ, വീട്ടിലെ മറ്റുള്ളവർ വീട്ടുജോലികളിൽ പങ്കാളികളാകുന്നില്ല, വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന അമ്മ, അപ്പോഴും മക്കളെ ശ്രദ്ധിക്കാൻ കഴിയില്ല. സൂചനകളുടെയും നിങ്ങൾ കൂട്ടിച്ചേർത്തവയുടെ സഹായത്തോടെ 2 അമ്മമാരുടെ ജീവിതം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. കുറിപ്പ് നോക്കാം. താരതമ്യക്കുറിപ്പാണ്. കുടുംബത്തിനു വേണ്ടി ത്യാഗപൂർണമായ ജീവിതം നയിക്കുന്ന അമ്മമാരെയാണ് 2 രചനകളിലും കാണാനാവുന്നത്. കഥാകൃത്ത് പൊൻകുന്നം വർക്കിയുടെ ഞാൻ കഥാകാരനായ കഥ എന്ന കഥയിൽ പാവപ്പെട്ട കുടുംബത്തെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ചെറുപ്പത്തിൽ തന്നെ വിധവയാകേണ്ടി വന്ന ഒരു അമ്മയാണ് ഈ രചനയുടെ നെടുംതൂൺ. അതോടുകൂടി 2 കുട്ടികളുടെയും ജീവിതത്തിൻ്റെയും മുഴുവൻ ഉത്തരവാദിത്വവും ആ അമ്മയുടെ ചുമലിലാകുന്നു. അന്നത്തെ അന്നത്തിന് ബുദ്ധിമുട്ടുന്ന അവർക്ക് തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ ആവുന്നില്ല. മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആഹാരം പോലും കൊടുക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന അവർക്ക് വിദ്യാഭ്യാസം ഒരു കിട്ടാക്കനിയായി തോന്നിയിരുന്നു. കൂലിപ്പണിയായിരുന്നു അവരുടെ ഏക ആശ്രയം. ജീവിതത്തിൽ ഒറ്റയ്ക്ക് പടപൊരുതുന്ന അവർ സ്നേഹം മനസ്സിൽ സൂക്ഷിച്ചു വെച്ചു. അത് പുറത്ത് പ്രകടിപ്പിക്കാൻ അവരുടെ ജീവിതഭാരം സമ്മതിച്ചിരുന്നില്ല. ലേഖകൻ അശോകൻ ചെരുവിലിൻ്റെ സംഗീതാർദ്രമായ 2 അക്ഷരമാണ് കേട്ടോ. എന്ന രചനയിൽ ഒരു ഇടത്തരം കുടുംബമാണ് ഇതിവൃത്തം. അവിടുത്തെ ഗ്രഹനാഥ ഒരു ഉദ്യോഗസ്ഥയാണ്. അവർക്ക് ഭർത്താവും മക്കളുമുണ്ട്. എന്നാൽ ആരും തന്നെ വീട്ടിലെ ജോലികളിൽ പങ്കാളികളാവാൻ തയ്യാറാകുന്നില്ല. എല്ലാം ആ അമ്മ തന്നെ ചെയ്യേണ്ടതായി വരുന്നു. ആരും തന്നെ അമ്മയുടെ ജോലിഭാരത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല. ജീവിതത്തിൽ വ്യത്യസ്ത രീതിയിൽ പോരാടുന്ന 2 അമ്മമാരെയാണ് നമുക്ക് ഈ 2 രചനകളിലൂടെ അടുത്തറിയാൻ സാധിക്കുന്നത്. 2 പേരും ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന അമ്മമാരാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് വാച്ച് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.